നമസ്കാരം. ഇറാൻ അമേരിക്കൻ യുദ്ധം എത്രയും വേഗം അവസാനിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഒരുപക്ഷെ മലയാളികളാവാം. മലയാളികൾക്ക് മാത്രമേ ഈ ദുരന്തത്തിൻ്റെ അതിശക്തമായ അലയടികൾ തിരിച്ചറിയാൻ കഴിയൂ. ലക്ഷക്കണക്കിന് മലയാളികളാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ കുടുംബം പോറ്റാൻ വേണ്ടി പണിയെടുക്കുന്നത്. സൗദിയിലും UAE-യിലും ബഹ്റിനിലും കുവൈറ്റിലും ഖത്തറിലും ഒമാനിലുമൊക്കെ ജോലി ചെയ്യുന്ന മലയാളികൾ ആശങ്കയിലാണ്. ജോലി മാത്രമല്ല, ആയിരക്കണക്കിന് മലയാളികൾ ഇവിടങ്ങളിലൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ രാജാക്കന്മാരെ പോലെ ജീവിക്കുന്നത് ഈ രാജ്യങ്ങളെ ആശ്രയിച്ചാണ്. ഈ രാജ്യങ്ങൾ സുരക്ഷിതമായ നിയമങ്ങളുള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ സംരക്ഷിക്കുന്നെങ്കിലും യുദ്ധം മുമ്പോട്ട് പോയാൽ അവരുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചാൽ ഇവർക്കൊക്കെ തൊഴിൽ നഷ്ടപ്പെടാം, ഇവരുടെയൊക്കെ കച്ചവടം അടച്ചുപൂട്ടേണ്ടി വരും. ഇപ്പോൾ തന്നെ മലയാളികൾ നഷ്ടം സഹിച്ചാണ് ബിസിനസ് ചെയ്യുന്നത്. UAE-യിൽ ഹോട്ടൽ ബിസിനസ് അടക്കം ജോലി ചെയ്യുന്ന പലരോട് ഞാൻ സംസാരിക്കുകയുണ്ടായി. അവരൊക്കെ ഇന്ന് ശരിയാവും, നാളെ ശരിയാവും എന്ന പ്രതീക്ഷയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നഷ്ടം എല്ലാവരെയും ബാധിച്ചിരിക്കുന്നു. വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയാൽ ഈ രാജ്യങ്ങൾ അവരുടെ പൗരന്മാരെ സംരക്ഷിക്കും, എന്നാൽ പ്രവാസികൾക്ക് മടങ്ങേണ്ടി വരും. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിക്കണം. നോക്കൂ, 2 മാസം പൂർത്തിയായിരിക്കുന്നു യുദ്ധം ആരംഭിച്ചിട്ട്. ഇന്ന് ഏപ്രിൽ മാസം 27-ാം തീയതിയാണ്. ഫെബ്രുവരി 28-നാണ് യുദ്ധം ആരംഭിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും യുദ്ധം അവസാനിക്കാനുള്ള പ്രതീക്ഷയുണ്ടായാൽ ജനം സന്തുഷ്ടരാകും, വിപണി ഉണരും. അതുകൊണ്ടാണ് ഇറാനും അമേരിക്കയും തമ്മിൽ പാകിസ്ഥാനിൽ വെച്ച് ചർച്ച നടത്തുന്നു എന്ന വാർത്ത വരുമ്പോൾ തന്നെ എണ്ണവില ഇടിയുന്നതും ഓഹരി വിപണി ഉയരുന്നതും. പക്ഷെ ഒരിക്കലും അത് ഫലപ്രദമായില്ല. രണ്ടാമത്തെ ചർച്ച നടക്കുന്നതിന് മുൻപ് തന്നെ റദ്ദാക്കപ്പെട്ടു. അമേരിക്കയിൽ നിന്നും ഇസ്ലാമാബാദിലേക്ക് പറക്കേണ്ടിയിരുന്ന അമേരിക്കൻ പ്രതിനിധി സംഘത്തിൻ്റെ യാത്ര റദ്ദു ചെയ്തു. എന്നാൽ ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യദ് അബ്ബാസ് അരഗ്ചി ഇസ്ലാമാബാദിൽ പോയി. അത് പലരെയും അത്ഭുതപ്പെടുത്തി. പലപ്പോഴും ഇത്തരം ചർച്ചകൾക്ക് മാറി നിൽക്കുന്നത് ഇറാനാണ്. എന്നാൽ ഇറാൻ വിദേശകാര്യമന്ത്രി അവിടേക്ക് എത്തുന്നു, അമേരിക്കയുടെ പ്രതിനിധികൾ എത്തുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ഫോർമുലയും ഇല്ലാതെ ചർച്ച ചെയ്താൽ പരിഹരിക്കപ്പെടില്ല എന്ന ഉത്തമ ബോധ്യത്തിലായിരുന്നു. എന്നാൽ ഇതിനിടയിൽ യാദൃച്ഛികമായൊരു സംഭവം ഉണ്ടാവുന്നു. പാശ്ചാത്യ ലോകം അകറ്റി നിർത്തിയിരുന്ന റഷ്യ രംഗത്തിറങ്ങുകയാണ്. നമുക്കറിയാം, യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം തുടരുകയാണ്. നാറ്റോയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നിൽക്കുന്നു. നാറ്റോയുടെ മേൽ റഷ്യ ആക്രമണം അഴിച്ചുവിട്ടേക്കും എന്ന ആശങ്ക പടരുന്നു. ഇതിനിടെ റഷ്യയ്ക്ക് ഒരു മധ്യസ്ഥ വേഷം കെട്ടാൻ റോൾ ഉണ്ടാവില്ല. എന്നാൽ അമേരിക്ക എല്ലാവിധ പരിശ്രമങ്ങളും നടത്തിയിട്ടും യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് റഷ്യയുടെ സഹായം തേടി എന്നാണ് റിപ്പോർട്ടുകൾ. തുടർന്ന് റഷ്യ മുമ്പോട്ട് വരികയും റഷ്യ ചർച്ചയ്ക്ക് വേണ്ട സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റഷ്യയിൽ വെച്ച് അമേരിക്കൻ പ്രതിനിധികൾക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. കാരണം റഷ്യ ഒരു യൂറോപ്യൻ രാജ്യത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. സാങ്കേതികമായി നാറ്റോ യുദ്ധത്തിലല്ലെങ്കിലും പ്രായോഗികമായി നാറ്റോ യുദ്ധത്തിലാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇതിൽ മൗനം പാലിക്കുന്നു. പക്ഷെ മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ട് റഷ്യയുടെ സഹായം തേടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും മുഖം രക്ഷിക്കേണ്ടതുണ്ട്. ഇറാൻ സർവ്വസന്നാഹങ്ങളോടെയും യുദ്ധം തുടരുകയാണ്. ഇന്നലെയും തെഹ്റാൻ നഗരത്തിൽ വലിയ സൈനിക പരേഡ് നടന്നു. ഓർക്കണം, യുദ്ധത്തിനിടയിലാണ്, അവിടേക്ക് കടന്നു കയറി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. 18,000 ഇടങ്ങളിൽ ഇസ്രായേലും അമേരിക്കയും ബോംബ് വെച്ചു. എന്നിട്ടും ഇന്നലെ ഇറാനിൽ വലിയ സൈനിക പ്രകടനം നടന്നു. ഇതൊക്കെ ഇറാൻ്റെ ശക്തി വിളിച്ചോതുന്നതാണ്. ഇറാനിൽ ആഭ്യന്തര യുദ്ധമുണ്ടാക്കി ഭരണകൂടത്തെ അട്ടിമറിക്കാൻ അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചു. ഇറാൻ ഭരണകൂടത്തിലെ മുതിർന്ന നേതാക്കളെ വധിച്ച് സൈനിക മേധാവി വധിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം പരാജയപ്പെട്ടു പോയി. ഇറാൻ യുദ്ധത്തിൽ തന്നെ തുടർന്നു. പല ഭീഷണികൾ, മുന്നറിയിപ്പുകൾ നൽകി. ഒന്നും ഫലപ്രദമായില്ല. പലതരത്തിൽ സമ്മർദ്ദം ചെലുത്തി. ഒന്നും ഫലപ്രദമായില്ല. ഒരു ദിവസം കൊണ്ട് എല്ലാ പാലങ്ങളും പവർ പ്ലാന്റുകളും തച്ചുടയ്ക്കും, ഇറാൻ്റെ സിവിലൈസേഷൻ തന്നെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞു നോക്കി. അനങ്ങിയില്ല. അങ്ങനെ ഇരിക്കവേ എങ്ങനെയെങ്കിലും തലയൂരാൻ അമേരിക്ക ആഗ്രഹിച്ചപ്പോൾ റഷ്യയുടെ സഹായം തേടേണ്ടി വന്നു. ഇതിനെ തുടർന്ന് വീണ്ടും ലോകത്തിനൊരു പ്രതീക്ഷ ജനിച്ചിരിക്കുന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യദ് അബ്ബാസ് അരഗ്ചി ഇസ്ലാമാബാദിൽ നിന്നും ഒമാനിലേക്ക് പോയി. ഒമാനുമായി ചർച്ചകൾ നടത്തി അയൽ രാജ്യങ്ങളെ ശരിയാക്കിയെടുക്കാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ച ശേഷം നേരെ പോയത് സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്കാണ്. റഷ്യയിലെ 2ാമത്തെ വലിയ നഗരമാണ് സെന്റ് പീറ്റേഴ്സ്ബർഗ്. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ എത്തിയിരിക്കുന്ന ഇറാനിയൻ വിദേശകാര്യമന്ത്രിക്ക് ഊഷ്മള സ്വീകരണമാണ് റഷ്യൻ ഭരണകൂടം നൽകിയത്. പുടിനുമായി നേരിട്ട് ഇന്ന് ചർച്ച നടത്തും എന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ചർച്ച നടത്തി ഇറാന്റെ സ്റ്റാൻഡ് വ്യക്തമാക്കുകയാണ് ലക്ഷ്യം. മാത്രമല്ല, യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ തന്നെ ഇറാനോട് ചില നിർദ്ദേശങ്ങൾ വയ്ക്കുന്നു. 3 നിർദ്ദേശങ്ങളാണ് പുടിൻ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഈ നിർദ്ദേശങ്ങൾ പാകിസ്ഥാനെയും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. 15 ആവശ്യങ്ങൾ അമേരിക്ക ഇങ്ങോട്ട് നൽകി, 10 ആവശ്യങ്ങൾ ഇറാൻ അങ്ങോട്ട് നൽകി.
ഈ 15 ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇറാനോ ഇറാൻ്റെ 10 ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അമേരിക്കയ്ക്കോ കഴിയില്ല. അതുകൊണ്ട് തന്നെ അർത്ഥശൂന്യമായി ചർച്ച വേണ്ട, പകരം പ്രായോഗികമായ ഒരു നടപടിയിലേക്ക് പോകാം എന്നാണ് ധാരണ. ഒരേ ഒരു ആവശ്യം, ആ ആവശ്യം മാത്രം മുമ്പിൽ വെച്ചുകൊണ്ട് 2 കാര്യങ്ങൾ സമ്മതിക്കുന്നു ഇറാൻ എന്നാണ് റിപ്പോർട്ട്. 2 കാര്യങ്ങളാണ് അടിയന്തരമായി വേണ്ടത്. യുദ്ധം അവസാനിപ്പിക്കുക, അമേരിക്കൻ സേന പിന്മാറുക, 2 ഹോർമൂസ് കടലെടുക്ക് തുറക്കുക. ഇത് രണ്ടുമാണ് അത്യാവശ്യമായി വേണ്ടത്. ഹോർമൂസ് കടലെടുക്ക് അടച്ചിട്ടതുകൊണ്ടാണ് ഇപ്പോൾ ലോകം പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത്, എണ്ണ പ്രകൃതിവാതക പ്രതിസന്ധി ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അതിന് 2 ഒരുക്കമാണ്. ഒരൊറ്റ കാര്യം മാത്രം, തൽക്കാലം യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കുറിച്ചുള്ള ചർച്ച മാറ്റിവെക്കാം. അതായത് ഇപ്പോൾ ഒന്നുമില്ലാതെ നമുക്ക് അവസാനിപ്പിക്കാം. യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കുറിച്ച് ചർച്ച പിന്നീടാക്കാം. ഇപ്പോൾ അത് വേണ്ട. ഇപ്പോൾ നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ ഹോർമൂസ് കടലെടുക്ക് തുറക്കാനുള്ള കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യാം. അത് കുഴപ്പമില്ലാതെ എങ്ങനെ സുഗമമായി പ്രവർത്തിക്കാം. ഹോർമൂസ് കടലെടുക്കിൽ ഇറാൻ്റെ നിയന്ത്രണവും ഇറാൻ്റെ താല്പര്യവും സംരക്ഷിച്ചുകൊണ്ട് തന്നെ തുറക്കാൻ അനുവദിക്കാം. നേരത്തെ എങ്ങനെയായിരുന്നു അങ്ങനെ അനുവദിക്കാം. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാതിരിക്കാം. ഈ ഒരു ഫോർമുല മാത്രമാണ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് യുദ്ധം ആരംഭിച്ചത് തന്നെ ഇറാൻ അണുവായുധം ഉണ്ടാക്കാൻ പോകുന്നു, അവർ യുറേനിയൻ സമ്പുഷ്ടീകരണം ഇല്ലാതാക്കണമെന്ന് പറഞ്ഞാണ്. അതേക്കുറിച്ച് ചർച്ച പോലും മാറ്റിവെച്ചാൽ അമേരിക്ക യുദ്ധത്തിൽ തോറ്റതിന് തുല്യമാണ്. പക്ഷേ മറ്റൊരു വഴിയുമില്ല. തൽക്കാലം തലയുരാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അമേരിക്ക അതിന് വഴങ്ങിയേക്കും എന്നാണ് സൂചന. ഈ നിർദ്ദേശമാണ് റഷ്യയുടെ മധ്യസ്ഥതയിൽ മുമ്പോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യം വ്യക്തമായി ചർച്ച ചെയ്തതിന് ശേഷം റഷ്യ തന്നെ ഇടപെടുന്ന സാഹചര്യമുണ്ടാവും എന്നാണ് സൂചനകൾ. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ പേരിൽ അവകാശവാദം നടത്തുക, ഭീഷണി, ഇതൊന്നും സാധ്യമല്ല. കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു 3 ദിവസത്തിനകം ചർച്ചയ്ക്ക് വഴങ്ങിയില്ലെങ്കിൽ തീ നരകമുണ്ടാക്കും, നിങ്ങളുടെ പവർ പ്ലാന്റുകൾ ഇല്ലാതാക്കും, റിഫൈനറികൾ തകർക്കുമെന്ന്. അപ്പോൾ തന്നെ ഇറാൻ മറുപടി പറഞ്ഞു, ഒരു റിഫൈനറി ഞങ്ങളുടേത് തകർത്താൽ അയൽ രാജ്യങ്ങളിലെ 4 റിഫൈനറി ഞങ്ങൾ പകരം തകർക്കുമെന്ന്. ഇതാണ് ഇറാൻ്റെ നിലപാട്. അതുകൊണ്ട് ട്രംപ് സംയമനം പാലിക്കുക മാത്രമാണ് ഇതിനു മുമ്പിലുള്ള ഏക വഴി. അത്തരത്തിലേക്ക് ട്രംപ് മാറുന്നു എന്നതിന് സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം ഒരു തരത്തിലും വഴങ്ങാതെ ഇസ്രായേൽ ലെബനോനിലുള്ള ആക്രമണം തുടരുകയാണ്. ലെബനോനിലെ കാഫ്ര ടൗണിൽ ആക്രമണം നടത്തി 14 പേരെ കൊന്നു എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള ഭീകരവാദികളാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്നാൽ സാധാരണ മനുഷ്യരാണ്, 2 കുട്ടികളും ഉൾപ്പെടുന്നു എന്നാണ് ലെബനോന്റെ അവകാശവാദം. ലെബനോനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുകയും ആ വെടിനിർത്തൽ നീട്ടുകയും ചെയ്തതിനു ശേഷവും ഇങ്ങനെ ആക്രമണം നടക്കുന്നതിൽ ഇറാൻ കടുത്ത അതൃപ്തിയിലാണ്. അതേസമയം ഇസ്രായേലിലെ ഗലീലിലേക്ക് ഹിസ്ബുള്ള ഡ്രോണുകൾ അയച്ചു എന്നും ഇസ്രായേൽ പറയുന്നു. ഇസ്രായേലിനെ മെരുക്കാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവർ ഹിസ്ബുള്ളയുടെ മേലിൽ ആക്രമണം തുടരുകയാണ്. വാസ്തവത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ യുദ്ധം അവസാനിക്കാതെ നീണ്ടുപോകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നായി ഇസ്രായേലിൻ്റെ നിലപാട് കാരണമാകുന്നുണ്ട്. എന്തായാലും സമാധാന പ്രതീക്ഷ ഒടുവിൽ ലഭിക്കുകയാണ്. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാവുന്നു. ഒമാനിൽ പോയി അവർ പറഞ്ഞിരുന്നു, ഞങ്ങൾ അയൽ രാജ്യങ്ങളെ സംരക്ഷിക്കാൻ ഒരുക്കമാണ്, നിങ്ങൾ സഹകരിക്കണമെന്ന്. അതിനുശേഷമാണ് റഷ്യയിലേക്ക് പോയിരിക്കുന്നത്. ഈ ഒരു ധാരണയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തന്നെയാണ് നീക്കം എന്നാണ് റിപ്പോർട്ടുകൾ.